ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. സ്ഥിരമായി നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള കൺസൾട്ടിങ് അസൈൻമെൻറ്റുകളും അതിലൂടെ കടന്നു പോയപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസും ഒക്കെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ബ്യൂട്ടി പാർലർ കം സ്പാ ഒക്കെ ആയിട്ടുള്ള ഒരു ചെയിൻ. ഈ ചെയിനിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നപ്പോഴുണ്ടായ ചില അനുഭവമാണ്. നമ്മൾ അവിടേക്ക് ചെല്ലാനുണ്ടായ ഒരു കാരണം, നമ്മളുടെ ഒരു ക്ലയൻറ്റ് ആക്ച്വലി ആ ഒരു ബ്യൂട്ടി പാർലർ ചെയിനിനെ അക്വയർ ചെയ്യണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡ്യൂ ഡിലിജൻസ് ചെയ്യുന്നതിന് വേണ്ടിയുമായിരുന്നു നമ്മളവിടെ പോയത്. ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പ്രധാനമായിട്ടും അവരുടെ സ്ട്രക്ചറും അല്ലെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽസും അവരുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൃത്യമായി ചെക്ക് ചെയ്യുകയും ഓഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് ഇവർ മേടിക്കാൻ മാത്രമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ ഡ്യൂ ഡിലിജൻസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഹെൽത്ത് ചെക്ക് എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. അങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ ഇവരെ അക്വയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏകദേശം 9ഓളം ബ്രാഞ്ചസ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു എന്നുള്ള തോന്നൽ ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു ബ്രാൻഡാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ ബ്രാൻഡ് ഉണ്ട് താനും. അങ്ങനെ നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് പോവുകയാണ്. മലബാറിലാണ് ഹെഡ് ഓഫീസ് ഉള്ളത്. അവിടെ നമ്മൾ പോകുന്നു. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ആക്ച്വലി ഇതിൻ്റെ ഓണർ ഇതിനകത്തൊരു എക്സ്പെർട്ടാണ് എന്നാണ് വെപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ബിസിനസ്സുകളുമുണ്ട്. അവിടെയൊക്കെ കുറച്ച് ബിസിയുമാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ അത്രയധികം സമയം ചെലവഴിക്കാറില്ല. അത്യാവശ്യം വളരെ ബിസിയാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബിസിനസ്സുകാരൻ. എന്നാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ അദ്ദേഹം ഒരു എക്സ്പെർട്ടാണ് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനും പൊതുവെ മറ്റുള്ള ആളുകൾക്കും ഉണ്ട് താനും. അദ്ദേഹം വലിയ ഒരു സ്പേസ് ഒന്നും കൺസൾട്ടൻസ് എന്നുള്ള രീതിയിൽ നമ്മളുടെ ടീമിന്, ഞാൻ ഡയറക്റ്റായിട്ടല്ല നമ്മുടെ ടീമാണ് പോയത്, നമ്മുടെ ടീമിന് വലിയ സ്പേസ് ഒന്നും കൊടുക്കുന്നില്ല. എങ്കിൽ പോലും നമ്മൾ ചെന്നപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് സെല് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടി അദ്ദേഹത്തിനൊരു ചെക്ക്, ഓർഗനൈസേഷൻ ഹെൽത്ത് ചെക്കും കിട്ടുമല്ലോ, അതുകൊണ്ട് അദ്ദേഹം റെഡിയായി. അങ്ങനെ നമ്മളിതിൻ്റെ ആദ്യ ഭാഗം ഒരു ഡാറ്റ കളക്ഷനാണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോയി. അപ്പം ഈ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം പല ഡാറ്റയും അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം. പ്രത്യേകിച്ചും ഡ്യൂ ഡിലിജൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഡാറ്റ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഡാറ്റയാണ്. കുറച്ച് കാലങ്ങളായി, അറ്റ്ലീസ്റ്റ് ഒരു കഴിഞ്ഞ 3 വർഷമെങ്കിലുമായിട്ട് ആരൊക്കെ എത്രയൊക്കെ പൈസ വന്നു, അല്ലെങ്കിൽ ഇൻകം, എക്സ്പെൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണമല്ലോ അക്കൗണ്ടിങ്ങിൽ. പക്ഷേ അതുപോലും കൃത്യമായിട്ടില്ല. പ്രത്യേകിച്ചും ഈ ബ്യൂട്ടി പാർലർ കോൺസെപ്റ്റൊക്കെ ആകുമ്പോൾ പലപ്പോഴും ബില്ലിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സിസ്റ്റമോ പല സ്ഥലങ്ങളിലും കാണാറില്ല. ഇതിൻ്റെ ഒരു വലിയ പ്രത്യാഘാതം ഉണ്ടാകുന്നത് പലപ്പോഴും ഇത് നമ്മൾ സെല്ല് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാല്യുവേഷന് പോകാൻ ശ്രമിക്കുമ്പോഴോ ഒക്കെയാണ്. യാതൊരു തരത്തിലുള്ള വാല്യൂവും ഇല്ലാത്ത തരത്തിലേക്ക് ചിലപ്പോൾ അത് ഡിമിനിഷ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. കാര്യമായിട്ടുള്ള തരത്തിലുള്ള ബില്ലിംഗ് ഇല്ലാതെ നമ്മൾ അദ്ദേഹം പറയുന്ന പല വാക്കുകളും വിശ്വസിച്ച് അവിടെ അത്ര സെയിൽസ് ഉണ്ടായിരുന്നു എന്ന് വെറുതെ ഊഹിക്കുക മാത്രമേ തരമുള്ളൂ എന്നുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ, കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇല്ലാതെ വളരെ കുത്തഴിഞ്ഞ ഒരു രീതി. പല സ്ഥലങ്ങളിലും പലതരത്തിലാണ് അക്കൗണ്ടിങ് നടന്നിരുന്നു. അതിന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു മെക്കാനിസം പോലും ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഈ 9 സ്ഥലങ്ങളിലും ഒരേ സോഫ്റ്റ്വെയർ അല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു തമാശ. ഇത് എല്ലാം ഓൺ ഔട്ട്ലെറ്റ്സ് തന്നെയാണ്. ഈ ഓൺ ഔട്ട്ലെറ്റ്സിൽ തന്നെ മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട്. അതിൻ്റെ ഒരു ലീഗൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ട്രക്ചറിങ് ലെവലിലേക്കൊക്കെ ഞങ്ങൾ ഇറങ്ങി പരിശോധിച്ചപ്പോൾ കോർപ്പറേറ്റ് സ്ട്രക്ചറിങ്ങിൽ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് സ്ട്രക്ചറിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ബ്രാഞ്ചുകളും പല തരത്തിലായിരിക്കുന്നത്. ചിലത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്, ചിലത് പാർട്ട്ണർഷിപ്പാണ്, അതിലൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട്. പല തരത്തിലായി കിടക്കുന്നു. അപ്പോൾ ഒരു വാല്യുവേഷനിലേക്കൊക്കെ പോകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇത് പല കമ്പനികളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലാണ്. ആ പല തരത്തിൽ പല ആളുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സംഭവം. അൾട്ടിമേറ്റ്ലി ഡിസിഷൻ മേക്കിംഗ് ഇദ്ദേഹം തന്നെയാണെങ്കിലും പല ആളുകളുടെ പേരിലൊക്കെ ആയിട്ടാണ് ഇത് കിടക്കുന്നത്. എല്ലാത്തിൻ്റെയും ബ്രാൻഡിങ് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അത്ര മാത്രമേ ഉള്ളൂ ഇവ തമ്മിലുള്ള സാദൃശ്യം. അപ്പോൾ അത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ കോർപ്പറേറ്റ് സ്ട്രക്ചറിങ്, നിങ്ങളുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് സ്ട്രക്ചർ കറക്റ്റ് അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇന്നതാണ് കറക്റ്റ് സ്ട്രക്ചർ എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് വാല്യുവേഷൻ കിട്ടുന്ന തരത്തിലേക്ക് നിങ്ങളുടെ സ്ട്രക്ചറുകൾ റെഡിയാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു അംബ്രലയുടെ കീഴിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കീഴിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ സബ്സിഡിയറികൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒക്കെ ആക്ച്വലി നല്ല രീതിയിലുള്ള സ്ട്രക്ചറുകൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ കോർപ്പറേറ്റ് സ്ട്രക്ചർ റെഡി അല്ലെങ്കിൽ അത്തരത്തിൽ സ്ട്രക്ചർ ഉണ്ടാക്കണം. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി കണ്ടുപിടിച്ചത് വലിയ പ്രശ്നത്തിലാണ് കിടക്കുന്നത്.
അപ്പോൾ ആദ്യം തന്നെ അവരുടെ ഫൈനാൻഷ്യൽസ് ഒന്നും അവൈലബിൾ അല്ല, മറ്റൊന്ന് കോർപ്പറേറ്റ് സ്ട്രക്ചർ റെഡിയല്ല. പിന്നെ അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ പോവുകയാണ് അവരുടെ ഓപ്പറേഷൻസ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി. അപ്പോൾ രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ കോർപ്പറേറ്റ് ഓഫീസിലിരുന്നു കൊണ്ട് എല്ലാ ഓഫീസിലേക്കും വിളിക്കുകയാണ്, സ്റ്റാഫ് എത്തിയോ എന്നറിയാൻ. എല്ലാ ഓഫീസിലേക്കും വിളിക്കുന്നു, എല്ലാ ബ്രാഞ്ചിലേക്കും വിളിക്കുകയാണ്. ഹലോ, രമ്യ എത്തിയിട്ടുണ്ടോ? നമ്മൾ വിളിച്ചിട്ട് ചോദിക്കുക. ഇപ്പോൾ കണ്ണൂർ ബ്രാഞ്ചിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അന്ന് രമ്യ അവിടെ എത്തിയിട്ടുണ്ടോ? അപ്പോൾ രമ്യ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നുന്ന സമയത്ത് ഓക്കെ ഹരിത വന്നിട്ട് ഉറപ്പാണോ, എന്നാൽ ഹരിതയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കൂ. അതായത് ഇതൊരു വലിയ പ്രോസസ്സാണ്. കാലത്ത് ഏകദേശം 1.5-2 മണിക്കൂറിൻ്റെ പ്രോസസ്സാണ്. ഇത്രയും ടെക്നോളജിയൊക്കെ വികസിച്ച ഈ സമയത്തും 1800കളിലെ പഴയ പ്രോസസ്സ് പിന്തുടരുന്ന ഒരു സ്ഥാപനം. അതായത് അറ്റൻഡൻസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രം. ഇന്നത്തെ കാലത്ത് HRMS സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. അവർ കൃത്യമായിട്ട് ജിയോ ഫെൻസിങ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് മൊബൈൽ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ അറ്റൻഡൻസ് ഒക്കെ ട്രാക്ക് ചെയ്യാനുള്ള വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല അതൊക്കെ ടെക്നോളജിയൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. പുള്ളിയുടെ ഡയലോഗാണ്. അതായത് ഇപ്പോഴും വളരെ പഴയ രീതിയിൽ തന്നെയാണിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പുള്ളി അറിഞ്ഞിട്ടില്ല ടെക്നോളജിയോട് പേടിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ടെക്നോളജി എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇതിനോടുള്ളൊരു ഭയം. അപ്പോൾ അത് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ പറ്റിക്കുമോ എന്നുള്ളൊരു ഭയമാണ് ആളുകൾക്കുള്ളത്. അതിനുവേണ്ടി വെറും അറ്റൻഡൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും കാലത്തെ 2 മണിക്കൂർ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. അടുത്ത ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു. അതിൻ്റെ ഒരു കൊമേഴ്സ്യൽസ് അല്ലെങ്കിൽ അത് പ്രൊഡക്റ്റുകൾ, സർവീസുകൾ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെയും സർവീസുകളുടെയും നിര നോക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഒരുപാട് പ്രൊഡക്റ്റുകളും സർവീസുകളും അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് ഏകദേശം ഒരു 60% പ്രൊഡക്റ്റുകളും സർവീസുകളും ആരും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളും സർവീസുകളും അല്ല. പിന്നെ അവിടെ കുറച്ച് പ്രൊഡക്റ്റിൻ്റെ സെയിൽസും ഉണ്ട്. ഈ പ്രൊഡക്റ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് പ്രൊഡക്റ്റ് സെയിൽ നടക്കുന്നില്ല. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡെഡ് സ്റ്റോക്കായിട്ട് നിൽക്കുന്ന സംഭവങ്ങൾ. ആരും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ആരും ഓപ്റ്റ് ചെയ്യാത്ത സർവീസസിന് വേണ്ടി മേടിച്ചു വെച്ചിട്ടുള്ള ചില എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം തന്നെ അവർക്ക് വലിയ നഷ്ടങ്ങളാണ്, സത്യം പറഞ്ഞാൽ ലയബിലിറ്റീസാണ് വരുത്തി വയ്ക്കുന്നത്. അപ്പോൾ അത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഇതിനെ കംപ്ലീറ്റ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഡാറ്റയൊക്കെ വളരെ അപൂർണമാണ് എങ്കിൽ പോലും പറഞ്ഞ അറിവുകൾ വെച്ച് കൃത്യമായി എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ സർവീസുകളൊന്നും അവിടെ കൃത്യമായി പോകുന്നില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനെ ശരിക്കും ഒന്ന് ട്രിം ചെയ്യേണ്ടതുണ്ട്. പ്രൊഡക്റ്റ് ലൈനിനെ, സർവീസ് ലൈനിനെ ഒക്കെ ഒന്ന് ട്രിം ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതും ഒരു വലിയ പ്രശ്നമായിട്ടാണ് നമ്മൾ കണ്ടത്. അടുത്തത് ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ചെയ്യുന്ന അവിടുത്തെ ഒരു ടീമിൻ്റെ പ്രത്യേകത കൊണ്ടാവാം, അത്യാവശ്യം ആളുകൾ വന്നു പോകുന്നുണ്ട്. അങ്ങനെ തിരക്കില്ലാത്തൊരു സ്ഥലമാണെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം ആളുകൾ സ്ഥിരമായിട്ട് വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടൊരു ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അത്യാവശ്യം മാർജിനുള്ള ഒരു സർവീസും കൂടി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അവരുടെ പ്രോഫിറ്റ് ലീക്കേജ് വളരെ ഹയറാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിസ്റ്റംസും ഇല്ലാത്തതുകൊണ്ടും കൃത്യമായ ട്രാക്കിംഗ് ഇല്ലാത്തതുകൊണ്ടും ഒരുപാട് പൈസ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അവരറിയുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാഷ് ഫ്ലോ വരുന്നതുകൊണ്ട് ഇത് ശരിയായ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവിടെ ഒരു സിസ്റ്റത്തിലൊരു അപര്യാപ്തതയുണ്ടെന്നോ ഒരു പ്രശ്നമുണ്ടെന്നോ പോലും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഭീകരത. മാത്രമല്ല പല സ്റ്റാഫും അവിടെ നിന്ന് നല്ല രീതിയിൽ പൈസ എടുക്കുന്നുമുണ്ട്. കാരണം കൃത്യമായ സിസ്റ്റം ഇല്ല, കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനങ്ങളില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് തന്നെ അവർക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. എല്ലാവരും ഉണ്ടെന്നല്ല, ചില ആളുകൾ കൃത്യമായി എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അവിടുത്തെ മറ്റുള്ള ചില സ്റ്റാഫുകളിൽ നിന്ന് തന്നെ കൃത്യമായ അറിവ് കിട്ടുകയും ചെയ്തു. അടുത്തത് ടെക്നോളജിയുടെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി ഒരു തരത്തിലും അഡോപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഡൊമെയിനുമായി ബന്ധപ്പെട്ട ചില ടെക്നോളജികൾ, ഏറ്റവും ഹൈ എൻഡ് എക്യുപ്മെൻറ്റുകൾ അവർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മിക്ക സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാരണം ഡൊമെയിനുമായി ബന്ധപ്പെട്ട് ടെക്നോളജിക്ക് കാശ് കൊടുക്കാൻ തയ്യാറാവുകയും എന്നാൽ അതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത. അത് എഗെയിൻ ഇതുകൊണ്ടാണ് ഡൊമെയിൻ നന്നായിട്ട് അറിയാം എന്നാൽ മാനേജ്മെൻറ്റ് അറിയില്ല. അപ്പോൾ മാനേജ്മെൻറ്റ് ടെക്നോളജീസ് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഡൊമെയിൻ വൈസ് ആയിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻറ്റുകൾക്ക് പൈസ മുടക്കിയിരിക്കുന്നു. അത് അവിടെ തന്നെ ഇരിക്കുന്നു. കാരണം മാർക്കറ്റിംഗ് എഫക്റ്റീവ് അല്ല. ഇതുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് ചെയ്താലല്ലേ അതുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സ് വരികയുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും അവിടെ നടക്കുന്നില്ല. ലോയൽറ്റി കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും വലിയ രീതിയിൽ ബോർഡും ഡിസ്പ്ലേയും പോസ്റ്ററും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും
ആ ലോയൽറ്റി കാർഡ് ഉപയോഗിക്കുന്ന ഒരൊറ്റ മനുഷ്യനെ പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല. കാരണം അത് പ്രോപ്പർലി ഇംപ്ലിമെൻറ്റഡ് അല്ല. കുറേ ലോയൽറ്റി കാർഡ് അടിച്ച് വെറുതെ അതിൻ്റെ പൈസ പോയത് മിച്ചം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പല സലൂണുകളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് അവിടുത്തെയും അവസ്ഥ. പലപ്പോഴും ലോയൽറ്റി കാർഡ് കൃത്യമായി ഉപയോഗിക്കാൻ അതിന് കൃത്യമായിട്ടുള്ളൊരു മെക്കാനിസം വേണം, അതിന് മാർക്കറ്റിങ്ങിനൊരു മെക്കാനിസം വേണം. അതുപോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് അവിടെയുള്ളത്. മാത്രമല്ല ഒരു തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷനും അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ അവർക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ ഒരു ബില്ലടിക്കും, ചിലപ്പോൾ അക്കൗണ്ട്സിലേക്ക് കയറ്റും എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു P&L കൃത്യമായ ബാലൻസ് ഷീറ്റോ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയുള്ള ഒരു സ്ഥലം. എന്നാൽ അത്യാവശ്യം സെയിൽസ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്താണ് അൾട്ടിമേറ്റ്ലി സംഭവിച്ചത്? അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് അവർ പറയുന്ന ഒരു വിലയുണ്ട്. നമ്മൾ പലപ്പോഴും വാല്യുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒരു മോഹവിലയെ പറയാം, ഒരു മോഹവില പറയുന്നുണ്ട്. ആ മോഹവിലയുടെ 7 അയലത്ത് എത്താൻ പറ്റുന്ന രീതിയിലല്ല അവരുടെ ബ്രാൻഡ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഒരു ഡോക്യുമെൻറ്റേഷനും ഇല്ല, ബാക്ക് എൻഡിൽ ഒരു സിസ്റ്റവും ഇല്ല, ഒരു സ്ട്രക്ചറും ഇല്ല, കൃത്യമായ മാർക്കറ്റിംഗ് പ്ലാനോ സ്ട്രാറ്റജിയോ ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമ്മളുടെ ക്ലയൻറ്റ് അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യത്തിലാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് സിസ്റ്റമാറ്റിക് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ് എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നെഗോഷിയേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡാക്കി ഒരു പക്ഷേ നാളെ കൊണ്ടുവന്നേക്കാം ഈ ഒരു പ്രോസസ്സ് കൃത്യമായി നടക്കുകയാണെങ്കിൽ. അപ്പം മിക്ക സ്ഥലങ്ങളിലും ഞാൻ ഈ ഒരു കഥ പറയാനുള്ള കാരണം മിക്ക സ്ഥലങ്ങളിലും ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ്. ഒരു പക്ഷേ പ്രോഫിറ്റിനെ ഇരട്ടിയോ അതിൽ കൂടുതലോ ഒക്കെ ആക്കാനുള്ള വലിയ സാധ്യത ഉണ്ടായിട്ടും ആ സാധ്യതകളെ ഉപയോഗിക്കാതെ വിജയിച്ച ബിസിനസ്സുകളടക്കം ആക്ച്വലി അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സലൂണുമായിട്ടോ അല്ലെങ്കിൽ ഇത്തരം സർവീസസുമായിട്ടോ ഒക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക, നിങ്ങളുടെ വാല്യുവേഷൻ കൂട്ടാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.